കൂടി വന്നാ നീ കരയും. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. ஆரு நீ வருத்தப்படாத, நான் ரூம் கிளீன் பண்ணி உன்னோட பொருள் எல்லாம் எடுத்து தரேன். இப்ப கிச்சன்ல எனக்கு கொஞ்சம் வேலை இருக்கு, அப்புறம் பண்ணி தரேன். അപ്പൊ പിന്നെ ഒരു പെട്ടി ഓട്ടോറിക്ഷയും കൂടി വിളിച്ചു. பெட்டி ஓட்டுறோஷியா எதுக்கு? എന്റെ പൊന്നെ ആന്റി, ആ കട്ടിലിന്റെ അടി കണ്ടിട്ടുണ്ട് ആന്റി? സാധാരണ അച്ഛനായിരുന്നു ആ റോട്ടി കിടക്കുന്ന ആക്രി മൊത്തം പെറുക്കിക്കൊണ്ടിരുന്നേ. ഇപ്പൊ ആ സ്വഭാവം നീ ഇവക്കും കിട്ടിയിട്ടുണ്ട്. ഉള്ള പൈപ്പ്, പേപ്പർ, പിന്നെ കുറെ ലൊട്ടിലൊടുക്ക് സാധനങ്ങള്, ചിരട്ട, ഇങ്ങനത്തെ കുറെ ആക്രി സാധനങ്ങൾ ആ കട്ടിനടി കൊണ്ട് വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, ഒരു ദിവസം എല്ലാം കൂടെ ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും. കത്തിച്ചാലും സ്വഭാവം മാറും. ആഹാ, എന്നാ നിന്റെ സ്വഭാവം മാറുന്നൊന്ന് കാണണമല്ലോ. കാണിക്കുന്നേ, കാണിക്കുവാറോ? ആ, ഇത് ആര്? ബാ കേറി വാ. അലീന മോളെ. അമ്മൂമ്മേ, മെർലിൻ. അയ്യോ, മെർലിൻ മോളെ, സുഖാണോ? ഓ സുഖം. ചേച്ചി, മമ്മിയും ഡാഡിയും ഒന്നും വീട്ടിലില്ല. ചുമ്മാ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പം എന്നാ പിന്നെ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. ഡാഡി മമ്മി വീട്ടിലില്ല, നന്നായി ഇങ്ങോട്ട് പോകുന്നത്. ഞാനിവിടെ ബോറടിച്ചിരിക്കുവായിരുന്നു. ஆஹா, அப்படி போர் அடிக்காத, கிச்சன்ல நிறைய வேலை இருக்கு. അത് ഞങ്ങക്ക് അറിയാം. ഞങ്ങൾ പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ആന്റി. അതെ, കേശവൻ ഇവിടെ ഇല്ല. നന്നായി. അപ്പൊ കേശവനെ കാണാനല്ലേ വന്ന്? பாரு, നമ്മളെല്ലാം பார்க்கத்தான் வந்தா, கூட்டத்துல கேசவும் பார்க்கணும், அப்படிதானே? എന്താ അമ്മൂമ്മ? എന്ത്? അല്ല, അമ്മൂമ്മക്ക് എന്തിനാണ് ഇത്ര നാണം? എനിക്ക് നാണമൊന്നുമില്ലേ? നാണമൊന്നും ഇല്ലെങ്കി ഓക്കെ. മെർലിനെ, ഞാൻ കേശുവിനെ വിളിക്കാം. വേണ്ട വേണ്ട, വിളിക്കൊന്നും വേണ്ട. അല്ല, എന്നാലും ഇവിടെ വന്നു എന്ന് പറയണ്ടേ? എടാ മരവ, കേശു എവിടെ? എപ്പോഴാ തന്നെ? അല്ല ഇവിടെ ഇവിടെ അമ്മൂമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്തോ സാധനം മേടിക്കാൻ. നീ വീട്ടിലേക്ക് വാ. ശരി. എന്ത്? ഞാൻ കേശവനെ അന്വേഷിച്ചോ? അല്ല, മെർലിൻ വന്നെന്നുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. അതായിരുന്നോ? മെർലിനെ വാ, നമുക്ക് റൂമിലേക്ക് ഇരിക്കാം. ചെലിപ്പോ വരാവേ. ഓക്കെ. എന്തിനാ അമ്മൂമ്മ ഇത്ര നാണോ അമ്മൂമ്മക്ക്? എനിക്ക് നാണമൊന്നും വന്നില്ല. നാണം വന്നില്ലെന്നാ? മോകം കാണായിരുന്നു. வாங்க வாங்க, கிச்சன்ல போலாம், நாணமா நல்லா இருக்கு. ആണോ? ആ, എപ്പോഴും പറയാറുണ്ടോ? എപ്പോഴും പറയാറുണ്ട്. സത്യം പറയാറു. നീ നിന്റെ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ലേ? നമ്മൾ തമ്മിൽ അടിയിടുമെങ്കിലും പക്ഷെ സപ്പോർട്ട് ചെയ്യാറില്ല. എപ്പോഴും ചേച്ചിയുടെ കാര്യമാണ് കേശവനെ പറയുന്നത്. കൊള്ളാം. കേശു ചേട്ടനെ ഈ ആരെങ്കിലും ഇങ്ങനെ ഫോണൊക്കെ ചെയ്യുന്ന കാണാറുണ്ടോ? ഉണ്ട്. ആരെയാ? അത് മെറിൻ ചേച്ചി. അതല്ലാതെ വേറെ ആരെങ്കിലും ഫോൺ ചെയ്യുന്ന കാണാറുണ്ടോ? ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. ഓ, അങ്ങനെയാണോ? ചേച്ചി ആള് കൊള്ളാല്ല. എന്താ? എന്നെ ട്യൂൺ ചെയ്ത് കാര്യങ്ങൾ അറിയാല്ലേ? ഒന്ന് പോച്ചെന്ന്. എന്താണ് ഒരു കളിയും ചിരിയൊക്കെ? കേശവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. കേശുവിന്റെ കാര്യങ്ങളാ? ஓஹோ, அப்ப அதுக்கு தான் வந்தீங்க? അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ ചുമ്മാ വാറുവിന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എന്റെ പൊന്നളയ, ആദ്യം നീ ഞാൻ പറയണമെന്ന് മനസ്സിലാക്കൂ. കേശുത്തിയല്ല ചേച്ചി, നമുക്ക് കേശുവിനൊന്ന് പറ്റിച്ചാലോ? കേശുവിനെ പറ്റിക്കാനാ? ഞാൻ റെഡി. ഞാൻ ഇവിടെ വന്നെന്ന് പറയണ്ട, എവിടെയെങ്കിലും വിളിച്ചിരിക്കാൻ ഞാൻ. ഓക്കെ ഓക്കെ. പക്ഷെ എവിടെ വിളിക്കും? വിളിക്കാൻ ഇപ്പം സോഫയുടെ ഇല്ലില്ല. ഒരു കാര്യം ചെയ്യും, അമ്മയുടെ മുറി കയറിക്കോ. അങ്ങോട്ടേക്ക് ആരും വരില്ല. അവിടെ പോട്ടെ. പറയരുതേ. எதுக்கு இப்படி எல்லாம் பண்ணோம்? പ്രാങ്ക്. பிராந்தா? അതല്ല, പ്രാങ്ക് എന്ന് വെച്ചാൽ കേശുവിനെ പറ്റിക്കുന്ന പരിപാടി. ഓ, அந்த மாதிரி. പറയരുതിട്ടാ മെർലിൻ ഇവിടെ ഉള്ള കാര്യം. சொல்ல மாட்டேன். എടാ, അതാണ് ഞാൻ പറയണത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ ബിസിനസ്സിന് ആര് ഫണ്ട് ഇറക്കും അത് പറ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.